അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 കൂട്ടായ്മയ്ക്ക് വലിയ ഭീഷണിയാവുകയാണ് പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിൽ വച്ചായിരുന്നു ബ്രിക്സിന്റെ 16ാമത് ഉച്ചകോടി. അതിൽ UN സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് പങ്കെടുത്തിരുന്നു. ഇത് അമേരിക്കയെയും യുക്രൈനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക എന്തിന് ബ്രിക്സിനെ ഭയക്കുന്നു എന്നറിയണമെങ്കിൽ ബ്രിക്സ് എന്താണെന്നും അതിലെ അംഗങ്ങൾ ആരൊക്കെയെന്നും അറിയണം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യമാണ് ബ്രിക്സ്. ഈ രാജ്യങ്ങളെ ബ്രിക്സിന്റെ സ്ഥാപക രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്രമേണ ഇറാൻ, ഈജിപ്ത്, അർജന്റീന, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിങ്ങനെ 6 രാജ്യങ്ങൾ കൂടി ബ്രിക്സിന്റെ ഭാഗമായി. ലോക ജനസംഖ്യയുടെ 45% ബ്രിക്സിന്റെ ഭാഗമാണ്. ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 25% ബ്രിക്സിൽ പെടുന്നു. അമേരിക്കയുടെയോ യൂറോപ്യൻ യൂണിയന്റെയോ മാർഗനിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബ്രിക്സിന്റെ വളർച്ച തീർച്ചയായും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. സാമ്പത്തികവും രാഷ്ട്രീയവുമായി ബ്രിക്സ് രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്ന ബന്ധത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടാനാകില്ല. അമേരിക്ക നേതൃത്വം നൽകുന്ന G7 കൂട്ടായ്മ ലോക ജനസംഖ്യയുടെ വെറും 10% മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. ആഗോള GDPയുടെ 35% ബ്രിക്സ് രാജ്യങ്ങൾ വഹിക്കുമ്പോൾ അതിൽ 30% മാത്രമാണ് G7 വഹിക്കുന്നത്. ബ്രിക്സ് കൂട്ടായ്മയുടെ വളർച്ച വലിയ വേഗത്തിലാണ് സംഭവിക്കുന്നത്. 30-ലധികം രാജ്യങ്ങളാണ് ബ്രിക്സിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നത്. 2025 ജനുവരിയിൽ 9 രാജ്യങ്ങൾ കൂടി ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളികളാകുമെന്നാണ് റഷ്യയുടെ പ്രഖ്യാപനം. ബെലാറസ്, ബൊളീവിയ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ക്യൂബ, ഖസാക്കിസ്ഥാൻ, ഉഗാണ്ട, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണവ. റഷ്യയിൽ നടന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി 35 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളാണ് ബ്രിക്സിൽ ചേരാനായി ലഭിച്ചിരിക്കുന്നത്. ബ്രിക്സിൽ ചേരാനുള്ള പാകിസ്ഥാന്റെ താൽപ്പര്യത്തിൽ സ്ഥാപക അംഗമായ ഇന്ത്യയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും തീരുമാനം. നാറ്റോ അംഗമായ തുർക്കി വരെ ഇപ്പോൾ ബ്രിക്സിൽ ചേരാൻ താൽപ്പര്യം കാണിച്ചിരിക്കുന്നു. അമേരിക്ക, ജർമ്മനി, കാനഡ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് G7 ഉള്ളത്. ഉത്തര കൊറിയ കൂടി ബ്രിക്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഒരു കുടക്കീഴിലാവും. അമേരിക്കയുടെ ആശയങ്ങളോട് എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഒരു ചേരിയിൽ വരുന്നത് അമേരിക്കയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ബ്രിക്സ് കൂട്ടായ്മ ഒരു പ്രതീക്ഷയാണ്. സാമ്പത്തികം, സൈനികം തുടങ്ങി പല കാര്യങ്ങളും ഇപ്പോൾ പാശ്ചാത്യ കേന്ദ്രീകൃതമാണ്. പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയായ ബ്രിക്സിലൂടെ ഈ പാശ്ചാത്യ കേന്ദ്രീകരണം ഇല്ലാതാക്കാനാകുമെന്നാണ് കരുതുന്നത്. കൂടാതെ അമേരിക്കയോട് വിയോജിക്കുന്നവരെ എതിർക്കുകയും തളർത്തുകയും ചെയ്യുന്ന അമേരിക്കൻ നയത്തെ പ്രതിരോധിക്കുവാനും ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് സാധിക്കും. ലോകത്തിൽ ഡോളറിനുള്ള ആധിപത്യം കുറയ്ക്കാൻ ബദൽ കറൻസി ഇറക്കാനായി റഷ്യയും ചൈനയും ഇറാനും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ താൽപ്പര്യപ്പെടുന്നു. ഇന്ത്യയുടെ പിന്തുണ കൂടിയേ ഇനി ആവശ്യമുള്ളൂ. ഇതു ഭയന്നാണ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ പ്രാവർത്തികമാക്കാനും അമേരിക്കയുടെ നയങ്ങളെ പ്രതിരോധിക്കാനും സാധിക്കും. ഭാവിയിൽ അമേരിക്കയ്ക്കെതിരായ ഒരു സൈനിക ശക്തിയായി തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വളരുമെന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട്.